ओम नमो भगवते वासुदेवाय धन्वन्तरिये अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय श्री महाविष्णवे नमः. In the number we are going to read sloka 1 to 5 in the 63rd ദശകം of ശ്രീമന്നാരായണം. 63ാമത്തെ ദശകത്തിൽ 1 തൊട്ട് 5 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നത്. ധൃതശിരേ ദദ്രശിരേ കില തക്ഷണമക്ഷത സ്ഥലിതജുംബിതകമ്പിതദിഗ്ധടാഃ സുഷമയാ ഭവതംഗതുലാംഗദാഃ വ്രജപദോപരി വാരിധാരസ്ത്വയാ. ധൃതശിരേ ദദ്രശിരേ കില തക്ഷണമക്ഷത സ്ഥലിതജുംബിതകമ്പിതദിഗ്ധടാഃ സുഷമയാ ഭവതംഗതുലവതംഗതുലാംഗദാഃ വ്രജപദോ പരിവാരിദാസ്ത്വയാ. ധൃതശിരേ കില തക്ഷണമക്ഷത സ്ഥലിതജംബിതകമ്പിതദിഗ്ധടാഃ സുഷമയാ ഭവതംഗതുലാംഗദാഃ വ്രജപദോ പരിവാരിധാരസ്ത്വയാ. പെട്ടെന്ന് ഗോകുലത്തിൻ്റെ മേൽഭാഗത്തിൽ ഇടവിടാതെയുള്ള ഇടിമുഴക്കം കൊണ്ട് 8 ദിക്കുകളെയും ഇളകിമറിക്കുന്നവയും വർണ്ണശോഭ കൊണ്ട് അങ്ങയുടെ ശരീരകാന്തിയോടുകൂടി കിടപിടിക്കുന്നതുമായ കാർമേഘങ്ങൾ നിന്തിരുവടിയാൽ കാണപ്പെട്ടുവല്ലോ. പെട്ടെന്ന് ഗോകുലത്തിൻ്റെ മേൽഭാഗത്തിൽ ഇടവിടാതെയുള്ള ഇടിമുഴക്കം കൊണ്ട് 8 ദിക്കുകളെയും ഇളക്കിമറിക്കുന്നവയും വർണ്ണശോഭ കൊണ്ട് അങ്ങയുടെ ശരീരകാന്തിയോട് കിടപിടിക്കുന്നവയുമായ കാർമേഘങ്ങൾ നിന്തിരുവടിയാൽ കാണപ്പെട്ടുവല്ലോ. വിപുലകരമഹിസ്രൈഃ തോയധാരനിപാതൈഃ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കപിതഹരികൃതാന്നഃ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വന്മാ വിവിധേത്യഭാഷിണീ അത്യഭാണീ. വിപുലകരമഹിസ്രൈഃ തോയധാരനിപാതൈഃ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കപിതഹരികൃതാന്നഃ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വന്മാ ബിബീദേഃ അത്യഭാഷിണീ. വിപുലകരമഹിസ്രൈഃ തോയധാരനിപാതൈഃ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കപിതഹരികൃതാന്നഃ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാ ബിബീദേഃ ഇത്യഭാഷിണി. വലിയ ആലിപ്പഴങ്ങളോടുകൂടിയ ജലധാരകളുടെ ഊക്കോടുകൂടിയുള്ള പതനം കൊണ്ട് എല്ലാ ദിക്കിലും കോപസമൂഹം പീഡിപ്പിക്കപ്പെടവേ ക്രുദ്ധനായ ഇന്ദ്രനാൽ ചെയ്യപ്പെട്ട ഈ ഘോരവർഷത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്നിങ്ങനെയുള്ള മുറവിളി കേട്ടിട്ട് ഭഗവാൻ ഭയപ്പെടാതിരിപ്പിൻ എന്നിങ്ങനെ നിന്തിരുവടി അരുളി ചെയ്തുവല്ലോ. കലയിഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോഃ വിഹതിമിഹത സരുന്ദ്യാത് കോനുവഹ സംശയാസ്മിൻ ഇതി സഹിസിതവാദി ദേവഗോവർദ്ധനാദ്രിം സുരിതമുദമുലോ മുലദോ ബാലദോർഭ്യാം. കലൈഃ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോഃ വിഹതിരിഹ സരുന്ദ്യാത് കോനുവഹ സംശയോസ്മിൻ ഇതി സഹസിതവാദി ദേവഗോവർദ്ധനാദ്രിം ത്വരിതമുദമുലോ മൂലദോ ബാലദോർഭ്യാം. ഈ ഗോകുലത്തിനാവട്ടെ ഗോവർദ്ധന പർവ്വതമാണല്ലോ വരദൈവം. ഗോത്രശത്രുവായ ഇന്ദ്രൻ്റെ ഈ ദോഹത്തെ ഈ പർവ്വതം തടുത്തുകൊള്ളും. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമെന്തിന്? ഹേ ഭഗവാനെ, നിൻ തിരുവടി ഇപ്രകാരം മന്ദഹാസം ചെയ്ത് അരുളിക്കൊണ്ട് ഉടൻ തന്നെ പിഞ്ചു കൈകൾ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ അടിയോടെ പുഴക്കിയെടുത്തു. ഈ ഗോകുലത്തിൽ നിന്നവട്ടെ ഗോവർദ്ധന പർവ്വതമാണല്ലോ വരദൈവം. ഗോത്രശത്രുവായ ഇന്ദ്രൻ്റെ ഈ ദ്രോഹത്തെ ആ പർവ്വതം തടുത്തുകൊള്ളും. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയം എന്തിന്? ഹേ ഭഗവാനെ, നിന്തിരുവടി ഇപ്രകാരം മന്ദഹാസം ചെയ്തുകൊണ്ട് അരുളി ചെയ്തുകൊണ്ട് ഉടൻ തന്നെ പിഞ്ചു കൈകൾ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ അടിയോടെ പുഴക്കിയെടുത്തു. നാലാമത്തെ ശ്ലോകം. തദനു ഗിരിവരസ്യ പ്രോദ്ധ്യതസ്യാസ്യ താവത് സികതില മൃദുദേശേ
ദുരതോ വാരിതാപേ പരികരപരിമിശ്രാൻ ധേനുഗോപാനദസ്താത് ഉപനിദദദത്താഹ ഹസ്തപത്മേന ശൈലം തദനുഗിരിവരസ്യ പ്രോദ്ധിതസ്യാസ്യ താവത് സികതിലമൃതദേശേ ദുരതോ വാരിതാപേ പരികരപരിമിശ്രാൻ ധേനുഗോപാനദസ്താത് ഉപനിദദത്താഹ ഹസ്തപത്മേന ശൈലം തദനു ഗിരിവരസ്യ പ്രോദിതസ്യാസ്യ താവത് സിക്കത്തിലമൃതദേശേ ദുരതോ വാരിതാപേ പരികരപരിമിശ്രാൻ ധേനുഗോപാനദസ്താത് ഉപനിദദത്താഹ ഹസ്തപത്മേന ശൈലം. അതിനുശേഷം എടുത്തുയർത്തപ്പെട്ട ഈ പർവ്വതത്തിൻ്റെ മണൽ കൊണ്ട് മൃദുവായ പ്രദേശത്തോടു കൂടിയതായി ദൂരത്ത് തന്നെ ജലത്തെ തടുത്തു നിർത്തുന്നതായ കീഴ്ഭാഗത്തിൽ എല്ലാവിധ ജീവിത ഉപകരണങ്ങളോടുകൂടി പശുക്കളെയും ഗോപന്മാരെയും ഒതുക്കി നിർത്തിക്കൊണ്ട് നിന്തരിപിടി കരപങ്കജത്താൽ പർവ്വതത്തെ ഒരു കുടയൊന്ന പോലെ എടുത്തു പിടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എടുത്തുയർത്തപ്പെട്ട ഈ പർവ്വതത്തിൻ്റെ മണൽ കൊണ്ട് മൃദുവായ പ്രദേശത്തോടു കൂടിയതായി ദൂരത്ത് തന്നെ ജലത്തെ തടുത്തു നിർത്തുന്നതായ കീഴ്ഭാഗത്തിൽ എല്ലാവിധ ജീവിത ഉപകരണങ്ങളോടുകൂടി പശുക്കളെയും ഗോവന്മാരെയും ഒതുക്കി നിർത്തിക്കൊണ്ട് നിന്തിരുവടി കരപങ്കജത്താൽ പർവ്വതത്തെ ഒരു കുടയെന്ന പോലെ എടുത്തു പിടിച്ചുകൊണ്ട് നിന്നു. 5-ാമത്തെ ശ്ലോകം. വൃതശൈലേ ബാലികാഭിർവയസ്യൈഃ അഭിവിഹിതവിലാസം കേളിലാപാതിലോലേ സവിതമിളിതധേനുഃ ഏകഹസ്തേന കുണ്ടു യദി സതി പശുപാലാഃ യദി ഹസ്തേന കണ്ടു യദി സതി പശുപാലാഃ തോഷമൈഷന്ത സർവേ ഭവതി വൃതശൈലേ ബാലികാഭിർവയസ്യൈഃ അഭിവിഹിതവിലാസം കേളിലാപാതിലോലേ സവിതമിളിതധേനുഃ ഏകഹസ്തേന കണ്ടു യദി സതി പശുപാലാഃ തോഷമൈഷന്തേ സർവേ ഭവതി വൃതശൈലേ ബാലികാഭിർവയസ്യൈഃ അഭിവിഹിതവിലാസം കേളിലാപാതിലോലേ ശബിതമിളിതധേനുഃ ഏകഹസ്തേന കണ്ടു യദി സതി പശുപാലാഃ തോഷമൈഷന്തേ സർവേ. നിന്തിരുവടി പർവ്വതത്തെ തൂക്കിയെടുത്തുകൊണ്ട് നിൽക്കവേ ഗോപകന്യമാരോടും സമവയസ്സന്മാരായ ഗോപകുമാരന്മാരോടും കടാക്ഷാദി ലീലാവിലാസങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് നീരമ്പോക്കുകൾ പറഞ്ഞുരുസിക്കുന്നതിൽ കൗതുകത്തോടു കൂടിയവനായി അടുത്തു വന്നു. കൂടി നിൽക്കുന്ന പശുക്കളെ ഒരു കൈകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടും തടവിക്കൊണ്ടും നിൽക്കവേ ഗോപന്മാരെല്ലാവരും അത്യധികം സന്തോഷിച്ചു. നിന്തിരുവടി പർവ്വതത്തെ എടുത്തുകൊണ്ട് നിൽക്കവേ തന്നെ ഗോപകന്യന്മാരോടും സമവയസ്സന്മാരായ ഗോപകുമാരന്മാരോടും കടാക്ഷാദി ലീലാവിലാസങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് നേരം പോക്കുകൾ പറഞ്ഞു രസിക്കുന്നതിൽ കൗതുകത്തോടു കൂടിയവനായി അടുത്തു വന്നു നിന്ന പശുക്കളെ ഒരു കൈകൾ കൊണ്ട് ചൊറിഞ്ഞു കൊടുത്തും ചെവി കൊണ്ടും തടവിക്കൊണ്ടും ഇരിക്കെ ഗോപന്മാരെല്ലാവരും അധികം സന്തോഷപ്പെട്ടു. 1 തൊട്ട് 5 വരെയുള്ള ശ്ലോകം ഇപ്പോൾ വായിക്കാം. ദർദിശിരേ കില തക്ഷണമക്ഷത സ്തനിതവിംബ്രിതവാംബിതദിഗ്ധടാഃ സുഷമയോ ഭവതംഗതുലാംഗദാഃ വ്രജപദോ പരിവാരിതസ്ത്വയാ വിപുലകരമകിശ്രൈഃ തോയധാരാണി പാദൈഃ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കപിതഹരികൃതാന്നഃ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാ ബിബീരേഃ ഇത്യബാണീഃ കലൈഃ ഖലു ഗോത്രോ ദൈവദംഗോത്രശത്രോ വിഹിതമിഹ സരുന്ദ്യാത് കോനു മഹ സംശയോസ്മിൻ ഇതി സഹിതവാദി ദേവഗോവർദ്ധനാദ്രിം സ്വരിതമൃതമുലോ മൂലദോ ബാലദോർഭ്യാം തദനുഗിരിപരസ്യ പ്രോദ്രദാസാസ്യ താവത് സികതിലമൃദുദിശി ദുരതോ വാരിതാപേ പരികരപരമിശ്രാൻ ധേനുഗോപാനദസ്താത് ഉപനിദദത്താഃ ഹസ്തപത്മേന ശൈലം. അഞ്ചാമത്തെ ശ്ലോകം.
भवति वृदितशैले बालिकाभिर्वयस्यै अभिविहितविलासं केळिलापादिलोले नबितमिलितधेनुः एकहस्तेन कण्डु यदि सति पशुपालाः तोषमैषन्त सर्वे। ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः।